ഹരി ഓം. തത്വത്തിലുള്ളിലുദയം ചെയ്തിടുന്ന പൊരുളെത്തിയിടുവാൻ ഗുരുപാദാന്തേ ഭജിപ്പവന് മുക്തിക്കു തക്കോരുപദേശം തരും ജനനമറ്റിയിടുമെന്നവന് നാരായണായ നമഃ. എന്താണ് ഇവിടെ പറയുന്നത്? തത്വത്തിലുള്ളിലുദയം, അതായത് അവനവൻ്റെ തത്വത്തിൽ മായാനിർഭിതങ്ങളായ ജഡതത്വങ്ങളാൽ മറയ്ക്കപ്പെട്ട് ഉദയം ചെയ്തിടുന്ന പൊരുൾ, എന്നാൽ ഒരു കേടും കൂടാതെ നിത്യമുക്തനായി വിലസുന്ന ബോധവസ്തു, അതിനെ സാക്ഷാത്കരിക്കാൻ എത്തിയിടുവാൻ ഗുരുപാദാന്തേ ഭജിപ്പവന്, ബ്രഹ്മനിഷ്ഠനായ ഗുരുവിനെ ആശ്രയിക്കുന്നവന് മുക്തിക്കു തക്ക മോക്ഷം കിട്ടാൻ ഉചിതമായ ഒരു ഉപദേശം ഗുരുതരും. അല്ലേ? തത്വ ഉപദേശം ഗുരുതരും. അന്നവന് അപ്പോൾ തന്നെ അയാൾക്ക് ജനനമറ്റിയിടും. അവൻ്റെ മരണരഹിതമായ സത്യമാണ് താൻ എന്ന് അറിയും. നാരായണായിക്കൊണ്ട് നമസ്കാരം. എന്താണ്? നമ്മളുടെ ഉള്ളിലുള്ള ആ തത്വത്തെ അറിയാൻ, ഈശ്വരനെ അറിയാൻ എന്തു തന്നെ വേണം? ഗുരുപാദാന്തികേ ഭജിപ്പവന്, ഗുരുവിൻ്റെ പാദങ്ങളെ തന്നെ ആശ്രയിക്കണം. ഇവിടെ ഗുരുമഹിമയെക്കുറിച്ചാണ് സത്യത്തിൽ ഈ വരികളിലൂടെ പറയുന്നത്. അതായത് നമ്മളുടെ ജനന മരണങ്ങൾ അറ്റിയിടുവാൻ ജനനമരണമാകുന്ന ചക്രത്തിലൂടെ ഉഴർന്നുകൊണ്ടേയിരിക്കുക നമ്മൾ. ഈ അലച്ചിൽ മാറണമെങ്കിൽ ഗുരുപാദങ്ങളെ മാത്രമേ ആശ്രയിക്കൂ. അപ്പോൾ ഗുരുവിൻ്റെ മഹാത്മ്യം അല്ലെങ്കിൽ ഗുരുവിൻ്റെ ആവശ്യകത ഇന്നത്തെ ജീവിതത്തിൽ എത്രമാത്രം ഉണ്ട് എന്ന് ഇവിടെ നമുക്ക് ഈ ഹരിനാമകീർത്തനത്തിൻ്റെ ഈ വരികളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. അതായത് മോക്ഷം ലഭിക്കാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉയർച്ച സംഭവിക്കാൻ എന്തുകൊണ്ട് മാത്രമേ സാധിക്കൂ? ഗുരുപാദാന്തികേ ഭജിപ്പവന്, ഗുരുപാദങ്ങളെ തന്നെ ആശ്രയിച്ച് ഭജിക്കണം. അപ്പോൾ നമുക്ക് മുക്തിക്കാവശ്യമായ ഒരു ഉപദേശം ഗുരു തരും. അവൻ്റെ ജനനമറ്റിയിടും. അവൻ്റെ ജനന മരണങ്ങൾ അന്ന് അറ്റുപോകും. അവൻ നിത്യമുക്തമായ ഗുരുവിൽ ലയിച്ചു ചേരും, അല്ലെങ്കിൽ നിത്യമുക്തമായ മോക്ഷത്തിൽ ലയിച്ചു ചേരും. അവന് മോക്ഷം ലഭിക്കും. അവൻ ഗുരുവിൽ തന്നെ അലിഞ്ഞു ചേരും. അപ്പോൾ ജീവിതം മുഴുവൻ എന്താണ്? ഗുരുവിൻ്റെ മഹത്വം എത്രമാത്രമുണ്ട് എന്ന് നമ്മൾ ഈ ജീവിതം കൊണ്ട് തന്നെ അറിയണം എന്നാണ് പറയുന്നത്. നമ്മളുടെ ജനന മരണമായ ചക്രത്തിൽ നിന്ന് ഉള്ള നമ്മളുടെ മോചനം ഗുരുവിന് മാത്രമേ സാധിക്കൂ. ആ ഗുരുവിൻ്റെ മഹാത്മ്യത്തെയാണ് ഇവിടെ പറയുന്നത്.